പ്രധാനമായും പുതിയ സർക്കാരിന് കൈയടി ഉണ്ടാവുന്ന ചില പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ വേണ്ടിവരും. അതിനുവേണ്ടി ഒരുപക്ഷെ ഈ നീക്കം നടത്തിയേക്കാം. ഇന്ധനവിലയിൽ നേരിയ കുറവിന് സാധ്യതയുണ്ട്. മറ്റൊന്ന്, ക്ഷേമ പെൻഷന്റെ നേരിയ വർധവിൻ്റെ സാധ്യതയാണ്. നിലവിൽ 2500 ഇടതു സർക്കാർ ഒഴിഞ്ഞു പോകുമ്പോഴുള്ള ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് UDFിൻ്റെ വാഗ്ദാനവും ഇടതുമുന്നണിയുടെ വാഗ്ദാനവും അതായിരുന്നു. അപ്പോൾ 3000 രൂപയായി അത് വർദ്ധിക്കുമെന്ന UDFിൻ്റെ വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 5 വർഷം സമയമുണ്ട്. ഇതിനിടയിലുള്ള വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നിച്ചത് വർദ്ധിപ്പിക്കാനും സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആദ്യ ബജറ്റിൽ ഒരു നേരിയ വർധനവ് സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അത്തരം സാധ്യത ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ നേരിയ വർധനവ് പോലും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. പക്ഷേ തള്ളിക്കളഞ്ഞുകൂടാ. ആദ്യ ബജറ്റിലെ കയ്യടി നേടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം. ആദ്യം നമ്മൾ സൂചിപ്പിച്ച 10,000 കോടി അധികമായി വരുന്നുണ്ട്. അതുകൊണ്ട് ആ പണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില കൂട്ടിച്ചേർക്കലുകളും പ്രഖ്യാപനങ്ങളുമൊക്കെ ഈ ബജറ്റിൽ നമുക്ക് പൊതുവിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ഒപ്പം ബജറ്റിൽ നിന്ന് മറ്റെന്തൊക്കെ പ്രതീക്ഷിക്കാം? ഒന്ന്, ലൈഫിന് പകരം പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിക്കാനുള്ള സാധ്യത. ലൈഫിന് പകരം പുതിയ ഭവന പദ്ധതി എന്ന് പറയുന്നത്, ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി കൊണ്ടുവന്ന ഒരു പുതിയ ഫോർമേഷനായിരുന്നു. സംസ്ഥാനത്തുണ്ടായിരുന്ന പല തരത്തിലുള്ള ഭവന പദ്ധതികളെല്ലാം ഒറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് ലൈഫ് എന്ന പേരിട്ടുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയത്. ഇതിനെ വിമർശിച്ചുകൊണ്ട് UDF എന്ന നിലപാടെടുത്തതാണ്. അങ്ങനെയെങ്കിൽ ലൈഫിന് പകരം പുതിയ ഭവന പദ്ധതി ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ അതിന് വിഹിതം, നിലവിൽ നൽകുന്ന വിഹിതം, ഉപഭോക്തൃ വിഹിതവും ഒപ്പം സർക്കാർ നൽകുന്ന വിഹിതവും, അതിൽ സർക്കാരിൻ്റെ പോർഷനിൽ കൂടുതൽ വർധനവ് വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ? ലൈഫിന് പകരം പുതിയ ഭവന പദ്ധതി ഉണ്ടാകുമോ? ആ ചോദ്യത്തിന് കൂടി ഉത്തരം പറയേണ്ടി വരും ഈ ബജറ്റ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റെയിലിന് പകരം പുതിയ ട്രെയിൻ പദ്ധതി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യമാണ്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട റെയിൽ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പിൻവലിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനമെടുക്കുമ്പോഴും UDF അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ച ഒരു കാര്യം, പകരം ഒരു ബദൽ ട്രെയിൻ പദ്ധതി ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ അതേത്? കാരണം കേരളത്തിൽ ഒരു വിപുലമായ വികസന പദ്ധതികൾ, പുതിയ പദ്ധതി പ്രഖ്യാപനം UDFിൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ സൂചനകൾ ഈ ബജറ്റിൽ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത് റെയിലിന് ബദലുള്ള പുതിയ പദ്ധതിയാണോ? അതിൻ്റെ രൂപം എന്ത്? അതിൻ്റെ സോഴ്സ് എവിടുന്ന്? അത് എങ്ങനെയാണ്? ഏത് രീതിയിലാണ്? ഇങ്ങനെയുള്ള ചില സൂചനകൾ ഈ ആദ്യ ബജറ്റിൽ കടന്നു വന്നാലും അത്ഭുതപ്പെടാനില്ല. അതൊരു സാധ്യതയാണ്. മറ്റൊരു കാര്യം, കുടുംബങ്ങൾക്ക് നൽകാൻ പോകുന്ന ഇൻഷുറൻസ് പരിരക്ഷ, വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു അത്. വിദ്യാർത്ഥികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ഒരു സാമ്പത്തിക സഹായം നൽകുന്നു. ഒപ്പം കുടുംബങ്ങൾക്ക് ഒരു വലിയ തുകയുടെ ഇൻഷുറൻസ് വാഗ്ദാനവും ഉണ്ടായിരുന്നു. ഇത് രണ്ടിൻ്റെയും സൂചനകൾ ഒരു പക്ഷേ ബജറ്റിൽ കടന്നു വന്നേക്കാം. പൂർണ്ണ തോതിലുള്ള പ്രഖ്യാപനം സാധ്യമല്ല ഇപ്പോൾ, കാരണം സാമ്പത്തിക ചെലവുണ്ടാവാം. പക്ഷേ അതിനപ്പുറം ചില പ്രഖ്യാപനങ്ങളും ചില സൂചനകളും ഒക്കെ ഈ ബജറ്റിൽ കടന്നു വന്നാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ എന്നതാണ് സാഹചര്യം. ഇനി നോക്കുന്നത് വെല്ലുവിളിയാണ്. ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ ധനമന്ത്രി, മുഖ്യമന്ത്രിയായ VD സതീശന് മുന്നിലുണ്ട് വെല്ലുവിളി എന്ത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വെല്ലുവിളിയിലേക്ക് ആദ്യം പോകുമ്പോൾ, നിലവിലുള്ള ബജറ്റിൽ കൂട്ടിച്ചേർക്കൽ വരുത്തുമ്പോൾ വിഭവം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം നിലവിൽ ഈ സാമ്പത്തിക വർഷം ലഭിക്കാൻ സാധ്യതയുള്ള പണം വിലയിരുത്തിക്കൊണ്ട് ഒരു ബജറ്റ് അവതരണം നടന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഈ ബജറ്റിൽ ഒരു തിരുത്തൽ വരുത്താം, അതല്ലെങ്കിൽ ബജറ്റിൽ കൂട്ടിച്ചേർക്കൽ വരുത്താം. ഈ 2 ഓപ്ഷനാണുള്ളത്. തിരുത്തൽ വരുത്തുക എന്ന് പറഞ്ഞാൽ മുൻ പദ്ധതികളിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാവും, മുൻ പ്രഖ്യാപനങ്ങളിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാവും. അതിന് സാധ്യതയില്ല. മറിച്ച് കൂട്ടിച്ചേർക്കൽ, എന്ത് കൂട്ടിച്ചേർക്കാം, പക്ഷേ അതിന് വിഭവം വേണം. ആ വിഭവ സാധ്യത എവിടെ പോകുമെന്നതാണ്. ഒരു ആകെ ആശ്രയം പുതിയതായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന 10,000 കോടി രൂപയാണ്. അതുകൂടി മുന്നിൽ കണ്ടാവാം ഒരു പക്ഷേ മുൻ ബജറ്റിൻ്റെ പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 10,000 കോടിക്ക് അപ്പുറം പുതിയ പണം എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യം ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രിക്ക് മുന്നിൽ, മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉണ്ട് എന്നതാണ്. VD സതീശൻ എന്ത് മാജിക് കാണിക്കുമെന്ന ചോദ്യത്തിനും കൂടിയുടെ ഉത്തരമാണ്. സംസ്ഥാനത്ത് ധനവിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ സമർത്ഥമായി സംസാരിക്കാറുള്ള വ്യക്തി കൂടിയാണ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ മാജിക് എന്താണ് എന്നതാണ്. അങ്ങനെയെങ്കിൽ പണം എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യമാണ്. അടുത്ത വിഷയം, ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. മറ്റൊന്നുമല്ല, ഈ ജനകീയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ചാർജ് കുറയ്ക്കുമെന്നാവാം, അല്ലെങ്കിൽ കൂടുതൽ സേവനം നൽകുമെന്നാവാം. ചാർജ് കുറയ്ക്കുമെന്ന പ്രഖ്യാപനം നടത്തിയാൽ കയ്യടി കിട്ടും, ജനകീയമാണ് വിഷയം. പക്ഷേ സർക്കാരിന് പണം നഷ്ടമാകും. അതേസമയം സർക്കാരിൻ്റെ വരുമാനം കുറയും. അതേസമയം
പുതിയ പദ്ധതി പ്രഖ്യാപനമോ കൂടുതൽ ക്ഷേമ പെൻഷൻ നൽകുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം നീക്കിയിരിക്കുമെന്നാണെങ്കിൽ അത് കൂടുതൽ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കും. അപ്പോൾ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ വേണമെങ്കിൽ അതിന് കൂടുതൽ സാമ്പത്തിക ചെലവ് വരും എന്ന വെല്ലുവിളിയാണ് സർക്കാരിനെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രതിസന്ധി. മറ്റൊരു കാര്യമുള്ളത്, പുതിയ സർക്കാരിൽ ജനങ്ങൾക്കുണ്ടാകുന്ന അമിത പ്രതീക്ഷയാണ്. എന്താണ് അമിത പ്രതീക്ഷ? പുതിയൊരു സർക്കാർ വന്നു, ആ സർക്കാരിന് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ആ പുതിയ സർക്കാർ പുതിയൊരു നയപരിപാടിയാണ്. 10 വർഷം ഭരിച്ച സർക്കാരിനോടുള്ള വിയോജിപ്പ് കൊണ്ടാണല്ലോ പുതിയ സർക്കാരും പുതിയ മുന്നണിയും വന്നത്. അപ്പോൾ അവരോട് ഒരു അമിത പ്രതീക്ഷയുണ്ടാവും. ആ അമിത പ്രതീക്ഷയോട് നീതി പുലർത്താൻ വി.ഡി. സതീശന് കഴിയുമോ, ധനമന്ത്രിക്ക് കഴിയുമോ, ബജറ്റിന് കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഇവർക്ക് മുന്നിൽ ഏറ്റവും വെല്ലുവിളിയായി വരാൻ സാധ്യതയാവുക. മറ്റൊരു കാര്യം കൂടി വെല്ലുവിളിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി തന്നെ ബജറ്റ് തയ്യാറാക്കേണ്ടി വരുമെന്ന പുതിയ സാഹചര്യമാണ്. അതൊരു കൗതുകവും അസാധാരണവുമായ സാഹചര്യമാണ്. കാരണം സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ ധനമന്ത്രിയാവുക, ആ ധനമന്ത്രി തന്നെ ബജറ്റ് അവതരിപ്പിക്കുക എന്ന സാഹചര്യം. നമുക്കറിയാം, ധനമന്ത്രിമാരുടെ ബജറ്റ് തയ്യാറെടുപ്പ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. തോമസ് ഐസക്കും കെ.എൻ. ബാലഗോപാലും അതിനു മുമ്പ് കെ.എം. മാണിയും ഒക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇവരൊക്കെ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ദീർഘദിവസങ്ങളോളം മാറിയിരുന്ന്, മറ്റ് തിരക്കുകളിൽ നിന്നും മാറിയിരുന്ന് വിദഗ്ധരുമായി സംസാരിച്ച് നിരവധി അഭിപ്രായങ്ങൾ ശേഖരിച്ച് കണക്കുകൾ കൂട്ടിക്കിഴിച്ച് തിരിച്ച് മറിച്ച് ഇങ്ങനെ കണക്കെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ധനമന്ത്രി എന്ന രീതിയിൽ വി.ഡി. സതീശന് അത് കഴിയും. പക്ഷേ മുഖ്യമന്ത്രി എന്ന ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന ഗൗരവമുള്ള തിരക്കേറിയ ജോലികൾക്കിടയിൽ ധനമന്ത്രിയുടെ ചുമതല നിർവഹിക്കേണ്ടി വരുമ്പോഴുള്ള വെല്ലുവിളി ചെറുതല്ല. അത് സമീപകാലത്തില്ല. അതിൻ്റെ ഒരു കൗതുകമൊക്കെ ഇത്തവണ ഉണ്ടാവും. ബജറ്റ് ദിവസം ധനമന്ത്രിയാണ് അന്നത്തെ താരം, നമ്മൾ കാണുന്നതാണ്. ഇവിടെ അന്നത്തെ ദിവസം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒരാളാവുമ്പോൾ ഉണ്ടാകുന്ന കൗതുകമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്രത്യേകതകളും റെക്കോർഡുകളുമൊക്കെ നിയമസഭയിൽ അന്ന് വരാനിരിക്കുക കൂടിയാണ്. നമുക്കത് വിശദമായി കാണേണ്ടതുമാണ്. എന്തായാലും മുഖ്യമന്ത്രി തന്നെ ബജറ്റ് തയ്യാറാക്കേണ്ടി വരുന്ന പുതിയ സാഹചര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച KSRTCക്ക് സൗജന്യ യാത്ര, KSRTC വനിതാ സൗജന്യ യാത്രാ പദ്ധതി ഉണ്ടാക്കുന്ന ആശങ്കയാണ്. യഥാർത്ഥത്തിൽ ഒരു കയ്യടി നേടുന്ന പ്രഖ്യാപനമാണ് UDF അംഗം നടത്തിപ്പോയി. പക്ഷേ ഭരണം കിട്ടി. ഒടുവിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ ഞങ്ങൾ ജൂൺ 15 മുതൽ, അതായത് ഈ ബജറ്റിന് ശേഷം 15-ാം തീയതി മുതൽ ഇക്കാര്യം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോഴും UDF കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഗതാഗത മന്ത്രിയൊക്കെ ആശങ്കപ്പെടുന്ന കാര്യം ഇതെങ്ങനെ സാധ്യമാവുന്ന കാര്യമാണ്. പല തരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. ഒന്ന്, KSRTCക്ക് വരുമാന നഷ്ടമുണ്ടാകും. അപ്പോൾ ആ പണം സർക്കാർ തിരികെ കൊടുക്കണം. അതിന് എവിടുന്ന് പണം കണ്ടെത്തുമെന്ന ചോദ്യം. 2, ഇങ്ങനെയൊരു ശീലമുണ്ടായാൽ അത് സ്വകാര്യ മേഖലയിലുണ്ടാകുന്ന നഷ്ടം, സ്വകാര്യ ബസ് ഉടമകൾക്കുണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. KSRTC സ്വകാര്യ ബസ് ഉടമകൾക്ക് വരുമാന നഷ്ടമുണ്ടായാൽ അതുകൂടി ബാധ്യത സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമോ? അവരെ എങ്ങനെ പറഞ്ഞു നിർത്തും? ഇതിനൊക്കെ തന്നെ അവർ സമരവും പ്രക്ഷോഭങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആ തരത്തിലുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ KSRTCയുടെ സൗജന്യ യാത്രാ പ്രഖ്യാപനം പൊതുവിൽ ആശയക്കുഴപ്പം ഇപ്പോഴും UDF കേന്ദ്രങ്ങളിലുണ്ട്. അത് സംബന്ധിച്ച പ്രഖ്യാപനം എന്തായാലും നടത്തിയതുകൊണ്ട് മുന്നോട്ട് പോവുക, ഇതായിരിക്കാം അവരുടെ ആലോചന. ആ തരത്തിലുള്ള ആശങ്കകൾ എന്തായാലും ഇപ്പോൾ ഉണ്ട് എന്നതാണ് സാഹചര്യം. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതാണ് ഇതിൻ്റെ വെല്ലുവിളികൾ. ഒരു കാര്യം വ്യക്തമാണ്, നിലവിൽ സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാരിൻ്റെ ബജറ്റിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. ഇടതു സർക്കാർ 10 വർഷം മുമ്പ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും അന്ന് ധനമന്ത്രി കെ.എൻ. തോമസ് ഐസക്ക് അവതരിപ്പിച്ച ആദ്യ ബജറ്റിൽ തന്നെ ആ സർക്കാരിൻ്റെ നയപരിപാടികളും മാറ്റങ്ങളും ഒക്കെ പ്രകടമായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കും സാമൂഹ്യ പെൻഷനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ UDF സർക്കാർ വരുമ്പോൾ അത്തരം എന്ത് നീക്കങ്ങളാണ് ഉണ്ടാവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ബജറ്റിലെ മാജിക് എന്താ എന്നുള്ള കാത്തിരിപ്പാണ് കേരളം. എന്താണ് വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്? കൂട്ടിച്ചേർക്കപ്പെട്ട ബജറ്റായെങ്കിൽ കൂടിയും അതിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. UDFൻ്റെ രാഷ്ട്രീയ സ്വഭാവവും 5 വർഷത്തെ പദ്ധതികളുടെ രൂപവും പ്രകടമാകുന്ന ബജറ്റ് കൂടിയാണിത്. എന്തായാലും കാത്തിരിക്കാം എന്താണ്, എങ്ങനെയാണ് ബജറ്റിൻ്റെ ഉള്ളടക്കമെന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.